ഹലോ, നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലുള്ള മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനാണ് ഇത് ചെയ്യാനുള്ളത്. സീക്വൻസ് ഏതാണ്? 21, 32, 43 എക്സെട്ര. ചെയ്യാം. 21, 32, 43 ഇതല്ലേ സീക്വൻസ്? ഓക്കെ, എക്സെട്ര. എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഓൾജിബ്രായിക് ഫോമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എഫും ഡിയും അറിയണം. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് അറിയണം. ഫസ്റ്റ് ടേം എത്രയാണ്? 21. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഡി ഈസ് ഈക്വൽ ടു 32 മൈനസ് 21. 32 എന്ന് 21 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 11 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. ഓൾജിബ്രായിക് ഫോം ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു എഫ് എത്രയാണ്? 21 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? 11 ഈക്വൽ ടു അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 21 പ്ലസ് 11 ഇൻറ്റു എൻ 11n മൈനസ് 11 ഇൻറ്റു 1 11. ഇനി എന്ത് ചെയ്യണം? 11n അതുപോലെ എഴുതിയിട്ട് 21 മൈനസ് 11 ചെയ്യണം. എത്ര കിട്ടും? 10. 10 പ്ലസ് 11n അല്ലെങ്കിൽ 11n പ്ലസ് 10 രണ്ടിലേത് എഴുതിയാലും കുഴപ്പമില്ല. വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷനാണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അതിൽ ചെയ്താലും ഇത് തന്നെ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം. ഡി എത്രയാ? 11. 11 ഇൻറ്റു എൻ 11n പ്ലസ് എഫ് എത്രയാണ്? 21 മൈനസ് ഡി എത്രയാണ്? 11. 11n അതുപോലെ എഴുതി 21 മൈനസ് 11 എത്രയാണ്? 10. രണ്ടും ഒന്ന് തന്നെ കിട്ടിയില്ലേ? ആൻസർ കറക്റ്റ് ആയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അടുത്തത് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 19, 28, 37 അല്ലേ? നോക്കാം. 19, 28, 37 എക്സെട്ര. ഓൾജിബ്രായിക് ഫോമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓൾജിബ്രായിക് ഫോം ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എഫ് എഴുതണമല്ലോ. എഫ് എത്രയാണ്? 19. ഡി എത്രയാണ്? 28 മൈനസ് 19 എത്ര കിട്ടും? 9 എന്ന് കിട്ടി. ഇക്വേഷനിൽ കൊടുക്കാം. എഫ് 19 ആണ്. 19 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? 9. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 19 അതുപോലെ എഴുതിയിട്ട് 9 ഇൻറ്റു എൻ 9n മൈനസ് 9 ഇൻറ്റു 1 9 ഇറ്റ് ഈസ് ഈക്വൽ ടു 19 മൈനസ് 9 എത്രയാണ്? 10. 10 പ്ലസ് 9n കിട്ടിയല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. തേർഡ് ടേം ഇവിടെ നമുക്കറിയാം 37 ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇട്ട് കൊടുക്കാം. 10 പ്ലസ് 9 ഇൻറ്റു എന്നിന് പകരം 3 കൊടുക്കും. തേർഡ് ടേം അല്ലേ? അപ്പോൾ 10 പ്ലസ് 9 ഇൻറ്റു 3 എത്രയാണ്? 27. 27 പ്ലസ് 10 എത്രയാണ്? 37. തേർഡ് ടേം കറക്റ്റ് ആയില്ലേ? ഓക്കെ, അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫോർത്ത് ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തത്. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അല്ലേ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 1, 1 1/2, 2, 2 1/2. ഓക്കെ, നമുക്ക് എഴുതാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 1, 1 1/2, 2, 2 1/2 എക്സെട്ര. ഓക്കെ, ഇതെങ്ങനെയാണ്? 1, 1.5, 2, 2.5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേം ആദ്യം എഴുതാം. ഫസ്റ്റ് ടേം 1. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 1.5 എന്ന് എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം. അടുത്തടുത്തുള്ള ടേംസ് മൈനസ് ചെയ്താൽ പോരെ? 1.5 1 കുറച്ചാൽ എത്രയാണ്? അര. ഓൾജിബ്രായിക് ഫോം ഇസ് ഈക്വൽ ടു ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഓരോ ക്വസ്റ്റ്യനും സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസറായിട്ട് ഒത്തു നോക്കണം. എഫ് എത്രയാണ്? 1. 1 പ്ലസ് എൻ മൈനസ് 1 അതുപോലെ എഴുതി. ഡി എത്രയാണ്? 1/2
1 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം 1/2 ഇൻറ്റു n 1/2 n മൈനസ് 1/2 ഇൻറ്റു 1 1/2. ഇനി എന്ത് ചെയ്യണം? ഈ 1 ഈ അര കുറയ്ക്കണം. 1 മൈനസ് അര എത്ര? അര. ദാറ്റ് ഈസ് 1/2 പ്ലസ് ബാക്കിയുള്ള 1/2 n. ഓക്കെ, നമുക്കിതിൻ്റെ സെക്കൻഡ് അല്ലെ തേർഡ് ടേം കണ്ടുപിടിച്ച് നോക്കാം. എന്നിന് പകരം എത്ര കൊടുക്കണം? 1. എന്നിന് പകരം എത്ര കൊടുക്കണം? 3 കൊടുക്കണം. അപ്പോൾ 1/2 അതുപോലെ എഴുതി പ്ലസ് 1/2 ഇൻറ്റു എന്നിന് പകരം 3 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 1/2 അതുപോലെ എഴുതി പ്ലസ് 1/2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3/2 ആവും അത് അല്ലേ? അപ്പോൾ എങ്ങനെ ചെയ്യും? 3/2 പ്ലസ് 1/2 ആണ്. ഡിനോമിനേറ്റർ സെയിം ആണ്, അത് അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കൂട്ടാം. 1ഉം 3ഉം കൂട്ടിയാൽ 4. 4/2 എത്രയാ? 2. അതല്ലേ നമ്മുടെ തേർഡ് ടേം ആണല്ലോ. ഓക്കെ, ക്ലിയർ ആയി. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 1/6 1/3 1/2 എക്സെട്ര. 1/6 1/3 1/2 എക്സെട്ര. ഫസ്റ്റ് ടേം എത്രയാണ്? 1/6. കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 1/3 മൈനസ് 1/6 അല്ലേ? ഈ 1/3ന്ന് ഈ 1/6 കുറയ്ക്കണം. ഇനി എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ കുറയ്ക്കണം. എങ്ങനെയാണ് കുറയ്ക്കുന്നത്? 1 ഇൻറ്റു 6 എത്രയാണ്? 6 മൈനസ് 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 6 ചെയ്യണം. 3 ഇൻറ്റു 6 18 ഈക്വൽ ടു 6 മൈനസ് 3 ആണ്. 3/18 എന്ന് കിട്ടും. 3/18 എത്രയാണ്? ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/6 എന്ന് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഓൾജിബ്രായിക് ഫോമിൻ്റെ ഇക്വേഷൻ കൊടുത്ത് ചെയ്യാം. ഓൾജിബ്രായിക് ഫോം ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എഫ് എത്രയാണ്? 1/6 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? എഗെയിൻ 1/6 ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 1/6 അതുപോലെ എഴുതി 1/6 ഇൻറ്റു n 1/6 n മൈനസ് 1/6 ഇൻറ്റു 1 1/6 ഈക്വൽ ടു ഈ 1/6 നിന്ന് ഈ 1/6 മൈനസ് ചെയ്യണം. അപ്പോൾ അതെന്താവും? ക്യാൻസലായി പോവും. രണ്ടും ക്യാൻസലായി പോയി. എന്താവും? ബാക്കി ഈ 1/6 n മാത്രമേ ഉള്ളൂ. 1/6 n എന്ന് കിട്ടി. മനസ്സിലായോ? താങ്ക് യു.